ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. LDF മേത്തല വില്ലേജ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. പള്ളിനടയിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി അഞ്ചപ്പാലം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ അവസാനിച്ച ശേഷം ജനാധിപത്യം വീണ്ടും അതിന്റെ എല്ലാ ഭാവത്തോടും കൂടി ആ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയുടെ സ്വഭാവത്തെ വലിച്ച് എറിഞ്ഞ് ജനാധിപത്യത്തിലേക്ക് നാം എത്രമാത്രം പ്രതിബദ്ധമാണെന്ന് കാണിച്ചുകൊണ്ട് കടന്നു വന്ന അനുഭവമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അതിനുശേഷം ഏകകക്ഷി ഭരണം എന്നത് പൊതുവിൽ പിന്നീട് കണ്ടിട്ടില്ല. ഏകകക്ഷി ഭരണം അടിയന്തരാവസ്ഥ കൊണ്ടില്ലാതെയായതല്ല. ഏകകക്ഷി ഭരണം ഇല്ലാതെയാകുന്നതിന്റെ ഭയപ്പാടോടെ അത് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. അതുകൊണ്ടൊന്നും തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ആ അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യവും ജനങ്ങളുടെ മോഹവും അത് സാക്ഷാത്കരിക്കപ്പെട്ടു. ഒറ്റക്കക്ഷി ഭരണം പിന്നീട് ഉണ്ടായില്ല. പലതരം മുന്നണി ഭരണങ്ങളിലേക്ക് പിന്നീട് വന്നു. അത് ഓരോ ഘട്ടത്തിലും വന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ആ ഗവൺമെന്റ് കാലം, പിന്നീട് UPയുടെ കാലം, പിന്നീട് ഇപ്പോൾ BJPയുടെ NDAയുടെ കാലം. അതിൻ്റെ കൂട്ടുചേരുവകളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ പോകുന്നതല്ല. മുന്നണി ഭരണം എങ്ങനെ, ആര് വിജയിയായി പരാജയപ്പെട്ടു എന്നതല്ല നമ്മുടെ പ്രശ്നം. നാം കാണുന്ന, നാം ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി ഇന്ത്യക്ക് തുടരാനാകുമോ ഇല്ലയോ എന്ന പ്രശ്നമാണ്. AM സായൂജ് അധ്യക്ഷത വഹിച്ചു. KK വിജയൻ, KR ജൈത്രൻ, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, ജോസ് കുരിശിങ്കൽ, വേണു വെണ്ണറ, ഷഫീഖ് മണപ്പുറത്ത്, KS കൈസാബ്, അഡ്വക്കേറ്റ് CP രമേശൻ, PH ജോൺസൺ, OC ജോസഫ്, CV ഉണ്ണികൃഷ്ണൻ, KM സലീം, ലത ഉണ്ണികൃഷ്ണൻ, VK ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.